പെണ്ണ് കാണൽ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന ഒരു സംഭവമാണല്ലോ. പണ്ടൊക്കെ ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ഒരു സൽക്കാര വിരുന്നിന് വിധേയമാകുന്നു. എന്നിട്ട് പെണ്ണുമായിട്ട് സംസാരിക്കാൻ 1-2 മിനിറ്റുകൾ കൂടിപ്പോയാൽ 10 മിനിറ്റ് അനുവദിക്കുന്നു. അവർക്ക് മാറിയിരുന്ന് ഒരിടത്തിരുന്ന് സംസാരിക്കാം. ഇന്നൊരു പക്ഷേ അങ്ങനെയല്ല. ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് പെണ്ണും ചെറുക്കനും എവിടെയെങ്കിലും പുറത്തു പോയി ഇരുന്ന് വളരെയധികം നേരം സംസാരിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത്, ഇവര് സംസാരിക്കുമ്പോൾ ഇവർക്ക് തമ്മിലൊരു ഇഷ്ടമുണ്ടാകുന്നുണ്ടോ, ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ, അതൊരു വിവാഹത്തിലേക്ക് നീങ്ങുന്നുണ്ടോ, വിവാഹമായി കഴിഞ്ഞാലും അത് നീണ്ട ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന വിഷയങ്ങൾ. ഇത് ഭാരതത്തിലല്ല, ലോകത്തെവിടെയും നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടില്ലാത്ത യുവാവും യുവതിയും കൂടിച്ചേരുന്നു, സംസാരിക്കുന്നു. അവരെ പിന്നീട് അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു പക്ഷേ കല്യാണത്തിലേക്ക് എത്തുമായിരിക്കും. കല്യാണത്തിന് ശേഷം ഒരു പക്ഷേ നീണ്ട ഒരു ദാമ്പത്തിക ജീവിതത്തിലേക്കും അത് മാറുമായിരിക്കാം. അപ്പോൾ ഈ തുടക്കത്തിനെ നമ്മൾ ബ്ലൈൻഡ് ഡേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരു പരിചയവുമില്ലാത്ത 2 പേര് കണ്ടുമുട്ടിയിട്ട് സംസാരിക്കുമ്പോൾ അവർ തമ്മിലൊരു ചേർച്ചയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് ഗവേഷകർ പല രീതിയിലും അതിനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാധാരണയായിട്ട് പഠിക്കുന്നത് അവരുടെ ചേഷ്ടകൾ, അവർ സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടോ, അവരുടെ ചിരി എങ്ങനെയാണ്, വിശാലമായിട്ട് വളരെ ആനന്ദിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ചേഷ്ടകൾ, ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ, പിന്നീട് ഇവരുടെ ആ ഒരു ദാമ്പത്തിക ജീവിതത്തിലേക്ക് പോകുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അസസ്മെന്റ് നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന മറ്റൊരു പഠനം പറയുന്നത് ഈ രീതിയിലല്ല. അവരുടെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് അവരുടെ ഹൃദയമിടിപ്പ്, അവരുടെ സ്കിൻ കണ്ടക്റ്റൻസ്, അതായത് അവരുടെ കൈവെള്ളകൾ വേർക്കുന്നുണ്ടോ, എത്രമാത്രം വിയർപ്പുണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവര് 2 പേരുടെയും ഹൃദയമടുപ്പിൽ ഒരു സമന്വയം, ഒരു സിങ്ക്രണൈസേഷൻ നടക്കുന്നതായിട്ട് കാണാം. അവരുടെ സ്കിൻ കണ്ടക്റ്റൻസും ഒരുപോലെ സമന്വയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന ഏറ്റവും കൂടുതൽ സമന്വയമുള്ള വ്യക്തികൾ അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും അത് വിവാഹത്തിൽ ചെന്ന് അവസാനിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഗവേഷണങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പും സംസാരിച്ചിരുന്നു. ഈ തരത്തിലുള്ള താളക്രമങ്ങളുടെ ഒരു സമന്വയം, 1 താളമുണ്ടാകുക, 2 ആ താളങ്ങൾ തമ്മിൽ സമന്വയിക്കുക, 3 അതിലൊരു ചെറിയ വ്യതിയാനവും കൂടി കലർത്തുക, ഒരു നോയ്സ് കൂടി കലർത്തുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള പ്രകൃതിയിലുള്ള പല പാറ്റേൺസും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്ന് നമ്മളത് മനുഷ്യരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ താളത്തിന്റെ സമന്വയത്തിൽ, നമ്മുടെ ബ്രെയിൻ വേവ്സിന്റെ, മസ്തിഷ്കത്തിലെ ഇലക്ട്രോകെമിക്കൽ ആക്ടിവിറ്റിയുടെ സമന്വയത്തിൽ എങ്ങനെ അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചില പഠനങ്ങളിലൂടെ കടന്നു പോകാം. അജീവമായ വസ്തുക്കൾ സിങ്ക്രണൈസ് ചെയ്യപ്പെടും എന്നുള്ളത് വളരെ പഴയ ഒരു കണ്ടുപിടുത്തമാണ്. ക്രിസ്റ്റ്യൻ ഹ്യൂജൻസ് 17-ാം നൂറ്റാണ്ടിൽ തന്നെ 2 പെൻഡുലം ക്ലോക്കുകൾ ഒരു ബീമിൽ കെട്ടിത്തൂക്കിയിട്ടാൽ അത് ഔട്ട് ഓഫ് സിങ്ക്രണൈസേഷൻ ആണെങ്കിൽ പോലും മണിക്കൂറുകൾക്ക് ശേഷം അത് സിങ്ക്രണൈസ് ചെയ്യപ്പെടുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സിങ്ക്രണൈസേഷൻ മറ്റ് പല പ്രകൃതി പ്രതിഭാസങ്ങളിലും നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു പറ്റം ശാസ്ത്രജ്ഞന്മാര്, ഹംഗറിയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാര് ബ്രെയിനിന്റെ ന്യൂറോൺസിലുള്ള സിങ്ക്രണൈസേഷനെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ അത് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ബ്രെയിനിന്റെ ന്യൂറോൺസ് ആണ് ബ്രെയിനിലെ കോശങ്ങൾ, നമുക്ക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന കോശങ്ങൾ ന്യൂറോൺസ് ആണ്. ആ ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങൾ തമ്മിൽ ഒരു സമന്വയം ഉണ്ടാകുന്നുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് നടന്ന ഈ ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ MIT-യിലെ ശാസ്ത്രജ്ഞർ നടത്തിയ കഴിഞ്ഞ വർഷത്തെ ഒരു ഗവേഷണത്തിൽ ഈ ഓസിലേഷൻ എലികളുടെ വിസ്കേഴ്സ്, അവരുടെ മീശ, ആ വിസ്കേഴ്സ് അവർക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. വിസ്കേഴ്സിന്റെ മൂവ്മെന്റ് കൊണ്ട് അവര് പരിസരങ്ങളെ മനസ്സിലാക്കുന്നു, മാത്രമല്ല തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആശയവിനിമയം നടത്താനും ഉപയോഗിക്കുന്നു. അപ്പം ഈ മീശ, വിസ്കേഴ്സിന്റെ ചലനം, അത് ഒരു പ്രത്യേക താളത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് താളത്തിൽ ആകുന്നത് വെറും മസിലുകളുടെ ട്വിച്ചിങ് അല്ല,
മസിലുകളുടെ ചലനമല്ല, അത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ന്യൂറോൺസിന്റെ സിങ്ക്രണൈസേഷൻ ആണ് എന്ന് MIT ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിങ്ക്രണൈസേഷനുകൾ, സമന്വയങ്ങൾ മനുഷ്യരിലും മൃഗങ്ങളിലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് നടന്ന മറ്റൊരു പഠനം ചൂണ്ടിക്കാട്ടുന്നത് ഇത് നമ്മുടെ ഒരു വ്യക്തിയിലോ അതോ ഒന്നോ രണ്ടോ വ്യക്തികളിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമന്വയമല്ല. ഒരു കൂട്ടം ആൾക്കാർ ഇരുന്ന് വളരെ ശ്രദ്ധാപൂർവം ഒരു കഥ കേൾക്കുകയാണ്. ഒരാൾ പറയുന്ന കഥ, അത് ഒരു 10, 20, 30 ആൾക്കാർ ഒരുമിച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ്, ഹൃദയത്തിന്റെ താളം സമന്വയിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് അവര് ആ കഥയിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, ആ കഥ കേൾക്കുന്നില്ല, അവര് വേറെ ഏതെങ്കിലും ദിവാസ്വപ്നത്തിലായി പോവുകയാണെങ്കിൽ ആ സമന്വയത്തിൽ താളം തെറ്റുന്നതായിട്ടും കാണാം. അപ്പൊ നമ്മളുടെ ഒരു ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ അത് ഒരു ഹൃദയമിടിപ്പിന്റെ സമന്വയം, എല്ലാവരുടെയും ഹൃദയം ഒരേ താളത്തിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇത്തരം ഒരു സമന്വയം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പല കോമ വന്ന് അവസ്ഥയിലുള്ള രോഗികൾ, ലോക്ക്ഡ് ഇൻ സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രോം ഉണ്ട്. അതായത് അവർക്കെല്ലാം കേൾക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും, പക്ഷെ അവർക്ക് പുറത്തേക്ക് ആശയപ്രകടനം നടത്താൻ സാധിക്കുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള പാരലൈസ്ഡ് ആയിട്ടുള്ള രോഗികളുടെ ബ്രെയിന് എത്രമാത്രം കോൺഷ്യസ് ആണ് എന്നുള്ളത് ഇത്തരം സമന്വയങ്ങളെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും, കുറച്ച് നല്ലൊരു നിർണയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഈ ഗവേഷണങ്ങൾ പറയുന്നത്. കഥ പറയുമ്പോൾ മാത്രമല്ല, ഫ്ലോ എന്നുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ ഒരു കാര്യത്തിൽ മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. നമ്മൾ 3-4 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 3-4 മണിക്കൂർ സമയം ഏതാനും നിമിഷങ്ങളായിട്ട് മാറും. അതിനെ നമ്മൾ ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയും. സമയത്തിന്റെ പരിധിയിൽ നിന്ന് നമ്മളെ വിമോചിതരാകുമ്പോൾ നമ്മൾ ആ ഫ്ലോ സ്റ്റേറ്റിലാവും. അതൊരു ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇത് ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു കളിയിൽ ഏർപ്പെടുകയോ മ്യൂസിക് വെച്ച് ഡാൻസ് ചെയ്യുകയോ മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ടീം ഫ്ലോ, ആ ടീമിന്, ആ ഗ്രൂപ്പിന് തന്നെ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്ന് ഇതിനു മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അവരുടെ ബ്രെയിൻ വേവ്സിലും ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടാകുന്നു. അവരെല്ലാവരും ഒരേപോലെ സമയം മറക്കുന്നു എന്നുള്ളതല്ല, അവരുടെ ബ്രെയിൻ വേവ്സിന്റെ ആക്ടിവിറ്റി പോലും ഒരു താളക്രമത്തിനോടൊപ്പം വന്നിട്ട് സമന്വയിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് നടന്ന വേറൊരു പഠനം ചൂണ്ടിക്കാട്ടുന്നത്. ഇനി നമുക്ക് വ്യക്തികളിലേക്ക് പോകാം. നമ്മൾ ആദ്യം കണ്ട ബ്ലൈൻഡ് ഡേറ്റിങ്ങിലെ സ്ത്രീ പുരുഷന്മാര് കല്യാണം കഴിച്ച് എന്ന് വയ്ക്കുക, അവരുടെ അട്രാക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അവർ വിവാഹത്തിലേക്ക് പോയി, വിവാഹം കഴിഞ്ഞു, നീണ്ട ദാമ്പത്യ ജീവിതം, 50-60 വർഷം നീണ്ട ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു ഭാഗ്യം അവർക്കുണ്ടായെങ്കിൽ അവരിൽ വേറൊരു പ്രത്യേകത പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ഈ രണ്ട് വ്യക്തികളും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ താളവും അവരുടെ ബ്രെയിനിന്റെ താളവും സമന്വയിക്കപ്പെടും. അവർ മാറി നിന്ന് കഴിഞ്ഞാൽ ആ സമന്വയം ഉണ്ടാകുന്നില്ല. അവര് ആശയവിനിമയമോ സംസാരമോ ഏതെങ്കിലും ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലോ ഏർപ്പെടണമെന്നില്ല. അവരടുത്ത് വന്ന് ഒരു പരിധിക്ക് ഉള്ളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ സമന്വയം സാധിക്കുന്നതായിട്ട് കാണാം. ഈ സിങ്ക്രണൈസേഷൻ ഓൾഡർ കപ്പിൾസിൽ വളരെ സാധാരണമായിട്ട് കാണുന്നതായിട്ട് പുതിയ പഠനങ്ങൾ കാട്ടിത്തരുന്നു. അപ്പോൾ നമ്മളെ മനുഷ്യര് എന്ന് പറയുന്നത് കുറേ സെൽസിനുള്ളിൽ, മാംസപിണ്ഡത്തിനുള്ളിൽ ജീവിക്കുന്ന കുറേ വ്യക്തികളാണ്, ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് എന്നാണ് നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലെങ്കിൽ നമ്മൾ പല രീതിയിലും മറ്റുള്ളവരുമായിട്ട്, മറ്റുള്ള വ്യക്തികളുമായിട്ട്, സമൂഹവുമായിട്ട് നമ്മളൊരു താളത്തിൽ വരുന്നുണ്ട്. പലപ്പോഴും ഒരു സിങ്ക്രണൈസേഷൻ സാധ്യമാകും. ആ സിങ്ക്രണൈസേഷൻ സാധ്യമാകുമ്പോഴാണ് നമുക്ക് പല തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നതായിട്ടും നമുക്ക് നല്ല രീതിയിൽ ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റുന്നതായിട്ടും ഒക്കെ തോന്നുന്നത്. ഇത് പറയുമ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇന്നത്തെ ഒരു അവസ്ഥ, കൂടുതൽ ഡിജിറ്റൽ മീഡിയയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജീവിതം, സ്മാർട്ട് ഫോണിൽ ഏതാണ്ട് ഉറക്കമില്ലാത്ത അവസരങ്ങളിലെല്ലാം നമ്മൾ സ്മാർട്ട് ഫോണിനെ
ആശ്രയിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിതക്രമം, ടി വിയുടെയോ ഓൺലൈനോ ആയിട്ട് സംവദിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് സമയത്ത് നമ്മൾ വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ പല ആപ്പിലൂടെയും വിദൂരത്ത് ഉള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു. നമ്മൾ പലപ്പോഴും ടെക്സ്റ്റ് ചാറ്റിങ്ങും ഓൺലൈൻ ചാറ്റിങ്ങും ചെയ്യുന്നു. ചിലപ്പോഴെങ്കിലും ചില യുവാക്കളെങ്കിലും ഓൺലൈനായിട്ട് ഗെയിമുകളിൽ ഏർപ്പെടുന്നു, ഓൺലൈൻ ഗെയിമിങ്ങിൽ, ഗ്രൂപ്പ് ഗെയിമിങ്ങിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സൺ ടു പേഴ്സൺ, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറിയിട്ട് വളരെ വിദൂരമായിട്ടുള്ള ഓൺലൈൻ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഈ സിങ്ക്രണൈസേഷൻ ഇല്ലാതെ പോകുന്നുണ്ടോ? അങ്ങനെ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ജീവിതത്തിനൊരു ആസ്വാദനമുള്ളൂ. പക്ഷെ ഓൺലൈനിലാകുമ്പോൾ ഇതില്ലാതായി പോകും എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലെ സംശയം. എന്നാൽ ഈ അടുത്ത കാലത്ത് വന്ന മറ്റൊരു പഠനം പറയുന്നത്, ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഓൺലൈൻ ഗെയിമാണ് കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമന്വയം സാധിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ വേവ്സ് തമ്മിൽ സമന്വയിക്കപ്പെടുന്നു എന്നും ഒരു പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേടിക്കണ്ട, നമ്മുടെ ജീവിതം മാറുന്നു, ഡിജിറ്റൽ മീഡിയയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ മാധുര്യത്തിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടാകും എന്ന് നമുക്ക് കരുതേണ്ടതില്ല. ഈ പഠനങ്ങളെല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് വായിക്കാൻ പറ്റുന്ന പേപ്പേഴ്സാണ് ഡൗൺലോഡ് ചെയ്ത്, മറ്റ് ചിലത് ഓപ്പൺ ആക്സസ് അല്ല, അതിൻ്റെ അബ്സ്ട്രാക്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാലും അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോവുക. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള വേറെയും ഒരുപാട് പഠനങ്ങളുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇതെന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്, എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നേരത്തെ സ്റ്റൊക്കാസ്റ്റിക് ഓസിലേഷൻസിനെ കുറിച്ച് സംസാരിച്ചതുപോലെ സിങ്ക്രണൈസേഷൻ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഘടകമാണ്. അത് നമ്മൾ എന്താണെന്നും ഈ പ്രകൃതി എന്താണെന്നും ഈ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും മനസ്സിലാക്കുന്നതിൽ ഒരുപാട് കാഴ്ചപ്പാട് തരും എന്ന് നമുക്ക് കരുതണം. നമുക്ക് ഇനിയും ഇത്തരം പഠനങ്ങളിലൂടെ പോയിട്ട് ഈ കാഴ്ചപ്പാടുകൾ എന്തിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതിടണം എന്നുള്ളത് ഒന്നുകൂടി അപേക്ഷിക്കുന്നു.